വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഫേസ് പാക്കിനെ കുറിച്ച് തന്നെയാണ്. 3 ഐറ്റങ്ങൾ കൊണ്ടുള്ള ഒരു ഫേസ് പാക്ക്. അത് എന്താണെന്നൊക്കെ ഉള്ളത് കാണുന്നതിൻ്റെ മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ നിങ്ങളിലേക്ക് 3 ഓപ്ഷൻ വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ മുടങ്ങാതെ തന്നെ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതൊരു വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു ഫേസ് പാക്കാണ്. അതായത് 3 സാധനങ്ങൾ മാത്രമേ ഇതിന് നമുക്ക് വേണ്ടയുള്ളൂ. നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങളാണ്. കടലമാവ് കാണാനുണ്ട്, എല്ലാവരുടെ കടലമാവ് ഉണ്ടാവും. പിന്നെ നമ്മുടെ തൈരുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ പച്ചമഞ്ഞൾ. ഞാനിവിടെ എടുത്തേക്കുന്നത് പച്ചമഞ്ഞളാണ്. ഇത്രയും നമുക്ക് മതി. അത് അരച്ച് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് വഴിയെ എന്താണ് കാര്യം, എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് വളരെ സിമ്പിളാണെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും റിസൾട്ടും ചുമ്മാതെ എല്ലാവരും പറയുന്ന പോലെ ആയിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കും. അല്ല, ഇതൊരു നമ്മുടെ പല ഫിലിം ഇൻഡസ്ട്രിയിലുള്ള പല നടികളും ഉപയോഗിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. അവർ നാച്ചുറലായിട്ട് ചെയ്യുന്ന ഫേസ് പാക്കിൽ പെട്ട ഒരു ഫേസ് പാക്കാണിത്. കാരണം ഞങ്ങളുടെയൊക്കെ ബ്യൂട്ടി പാർലർ പരമായിട്ടുള്ള കാര്യങ്ങളിൽ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവം കൂടിയാണ്. കാരണം ഇതിൻ്റെ ബെനിഫിറ്റ്, അതായത് കടലമാവും തൈരും കൂടി ചേരുമ്പോൾ നമ്മുടെ ഫേസിന് പല രീതിയിലുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ നടക്കും. അതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്ന്, പിന്നെ കൂടാതെ നല്ലൊരു ഗ്ലോ ഒക്കെ ആവാനായിട്ട് സ്കിന്നിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കടലമാവും തൈരും കൂടി ചേർന്നുമ്പോൾ നമ്മുടെ മുഖത്തിന് നല്ല നിറം കിട്ടുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് പച്ചമഞ്ഞളോ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളോ കൂടി ചേരുവാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഇരട്ടിയാവും. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഞങ്ങൾ പലർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഫേസ് പാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെ സമയങ്ങളിലാണെന്നുള്ളത് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇതിനു വേണ്ടി പ്രത്യേക സമയം കണ്ടെത്തണ്ട എന്നതാണ് ഇതിൻ്റെ ഏറ്റവും സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് പോയിട്ട് വരുമ്പോൾ നമ്മുടെ മുഖത്ത് അഴുക്കുകളൊക്കെ ഇരിക്കാറില്ല, അതായത് പുറത്തെ പൊടിപടലങ്ങളൊക്കെ കയറി നമ്മുടെ ഫേസിൻ്റെ സെല്ലുകളൊക്കെ അടഞ്ഞിരിക്കും. അത് ഓപ്പൺ ആക്കുന്നതിനൊക്കെ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന രീതി എന്ന് വെച്ചാൽ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നത്. അതിന് പകരം ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുളിക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ടി വി കാണുന്നതിന് മുന്നേ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് ചെയ്യാം. ഇപ്പം നൈറ്റ് കെയർ ഒക്കെ ഫേസിനകത്ത് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിടക്കാവുന്നതാണ്. വേറെ ഒന്നും തന്നെ ചെയ്യരുത്. അതിൻ്റെ കൂടെ അങ്ങനെ ചെയ്യാവുന്നതാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ഗ്ലോ ആയിട്ട് നിൽക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഡ്രൈ സ്കിന്നുകാർക്കും ഓയിലി സ്കിന്നുകാർക്കും കോമ്പിനേഷൻ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. 100% ഞാൻ റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഫേസിനകത്ത് കൂടുതലും താടി വളർത്തുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ താടിയുടെ ഭാഗത്ത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് ചെയ്യാം. 15 വയസ്സുള്ളവർക്ക് തൊട്ട് നിങ്ങളുടെ മുഖത്തിന് ഇത് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ മുഖക്കുരുവൊക്കെ മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് സമയം കിട്ടുമ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്ന ഒരു ഫേസ് പാക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നമ്മുടെ പാക്കിന് വേണ്ട സാധനങ്ങൾ: തൈര് വേണം, പുളിയില്ലാത്ത തൈരാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1.5 സ്പൂൺ കടലമാവ് വേണം. പിന്നെ നമുക്ക് പച്ചമഞ്ഞളിനെക്കാട്ടിലും നല്ലത് കസ്തൂരി മഞ്ഞളാണ്. അതുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പച്ചമഞ്ഞളിൻ്റെ പൊടിയാണെങ്കിൽ അത് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇതേപോലുള്ള ഒരു കല്ലിലാണ് നമ്മൾ ഈ മഞ്ഞൾ അരച്ചിട്ടെടുക്കുന്നത്. ഈ കല്ലിൽ അരയ്ക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ, ഈ കല്ലിനകത്ത് നമ്മൾ കാണുന്ന ഒരു മിനുസം ഉണ്ടല്ലോ, ഇത് നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ചെങ്കിലും നമ്മുടെ സ്കിന്നിലേക്ക് ചെല്ലുന്നതിനായിട്ട് പറ്റും. ഇതിനു വേണ്ടിയാണ് ഞാൻ കല്ലിൽ തന്നെ വെച്ച് അരച്ചിട്ട് ഉപയോഗിക്കുന്നത്. അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമുക്കിതെങ്ങനെയാണ് അരയ്ക്കുന്നതെന്നുള്ളത് ഞാൻ കാണിക്കാം. നമ്മൾ ഇതിൻ്റെ തൊലി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ അതങ്ങ് മാറിക്കിട്ടും. കണ്ടല്ലോ, അത്രയും കണ്ടല്ലോ. ഇത്രയും എടുക്കുക, തൈരിൽ മുക്കുക, ഇതിൽ കടലമാവിൽ മുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇതിനെ അരച്ചു കൊടുക്കുക. കണ്ടല്ലോ, അരച്ചു കൊടുക്കുന്നതനുസരിച്ച് അത് അരയും. പിന്നെ നമ്മൾ ഇതിൽ മുക്കുക, കടലമാവിൽ മുക്കുക. എന്നിട്ട് ഇങ്ങനെ അരച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ അരച്ചരച്ച് നമുക്ക് മുഖത്തിന് ആവശ്യത്തിന് ഇടാൻ പറ്റുന്ന രീതിയിൽ അരച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൂടുതലായിട്ട് മിക്സിയിൽ ഇട്ടിട്ട് അരച്ചിക്കുന്നതും നല്ലതാണ്. പക്ഷേ എന്നാൽ നമുക്ക് ഈ കല്ലിൽ അരച്ച് കിട്ടുന്നതിൻ്റെ അത്രയും ഗുണം കിട്ടത്തില്ല. നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ കല്ലിൽ അരച്ച് കറിക്കല്ലിയ ഗുണം എന്നല്ലേ പറയുന്നത് എല്ലാവരും. അതേപോലെ തന്നെയാണ് നമ്മൾ കല്ലിൽ അരച്ചിടുന്ന സംഭവത്തിന് നല്ല ഗുണമായിരിക്കും ഫേസിനകത്ത്. കാരണം അതിൻ്റെ ആ ഒരു ഇതെല്ലാം അതിലേക്ക്, അതിന് ചെറിയ ചെറിയ ഒരു
തരിപ്പുണ്ടല്ലോ, അതിനകത്ത് നമ്മൾ പോലും കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും അതിലുണ്ട് കല്ലിനകത്ത്. അതുകൊണ്ട് തന്നെ അത് മുഖത്തേക്ക് ഇടുമ്പോൾ അതിൻ്റെ ഗുണം കൂടി കുറച്ചൊക്കെ കിട്ടും. ഇങ്ങനെ മുക്കുക, കടലമാവിൽ മുക്കുക, എന്നിട്ട് ഇങ്ങനെ അരയ്ക്കുക. ഇത്രയും മാത്രം മതി. നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് മിക്സിയിൽ, ഞാൻ പറഞ്ഞ കൊണ്ട് തന്നെ മിക്സിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ, കാരണം ചിലർക്ക് സമയമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ കൂടുതലും തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് ഈ സംഭവം. വേറെ കേടുപാടുകളും ഒന്നും ഉണ്ടാവില്ല. പുറത്ത് വെക്കരുത്, കാരണം അകത്ത് വെക്കണം. തൈരൊക്കെ ചേരുമ്പോൾ മുഖത്തിന് ഏറ്റവും നല്ലതാണ് ഇങ്ങനെ അരച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. പണ്ടുള്ള അമ്മമാരൊക്കെ കുഞ്ഞുങ്ങൾക്ക് കുളിപ്പിക്കുന്നതിന് മുന്നെയൊക്കെ ഇതേപോലെ പച്ചമഞ്ഞൾ അരച്ചിട്ടാണ് അവരുടെ ശരീരത്ത് തേച്ച് കൊടുത്തത്. ഇന്ന് എല്ലാത്തിനും സമയമില്ലാത്തതുകൊണ്ട് തന്നെ പാക്കറ്റിൽ കിട്ടുന്നതായിരിക്കും ബെറ്റർ എന്നെല്ലാവരും ചിന്തിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് ഇങ്ങനെ ചെയ്ത് നിങ്ങൾ ഇന്ന് ചെയ്ത് നോക്കൂ. അതാണ് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെതായ ഒരു വ്യത്യാസം നമ്മുടെ സ്കിന്നിന് കിട്ടുകയും കൂടി ചെയ്യും. കണ്ടല്ലോ, എനിക്കിപ്പം ആവശ്യത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട്. ബാക്കി ഇതിനകത്തോട്ട് മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ സംഭവം. ഇത് നമുക്കിനി കുറച്ചെടുത്തിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാണല്ലോ, ഐബ്രോസിൻ്റെ ഭാഗത്ത് ഒരു രീതിയിലും നമുക്ക് പറ്റാൻ പാടില്ല. ബാക്കി എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ നമുക്കിത് പറ്റിച്ചു കൊടുക്കണം. കണ്ടല്ലോ, തേച്ച് കൊടുക്കുക. ഇത് തേച്ചിട്ട് നമുക്ക് സോപ്പ് തേക്കേണ്ട ഒരാവശ്യം തന്നെ വരില്ല കേട്ടോ. ഇത് മാത്രം നമുക്ക് മതി ഫേസിന്. നിങ്ങളൊക്കെ പുറത്ത് പോയിട്ട് വന്നിട്ട് ഇതേപോലെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഇത് നമുക്ക് കൺപീലി, അതായത് നമ്മുടെ കൺപീലിയിൽ തേക്കരുത്, കണ്ണിൻ്റെ ഭാഗത്തും കണ്ണിൻ്റെ മുകളിലും ഒക്കെ തേക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ നിറവ്യത്യാസമൊക്കെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ ഈ നോസിൻ്റെ ഈ കോർണർ ഭാഗത്ത്, അതായത് ഇവിടെ എല്ലാം നമ്മൾ നല്ല രീതിയിൽ തേച്ച് കൊടുക്കണം. കണ്ടല്ലോ, ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒരു വലിവ് ഫീൽ ചെയ്യും. ആ സമയം ആകുമ്പോഴത്തേക്ക് ഇത് ഉണങ്ങി എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോഴായിരിക്കണം നമ്മൾ മുഖം കഴുകേണ്ടത്. മുഖം കഴുകുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ജസ്റ്റ് ഒരു മസാജ് കൊടുത്തിട്ടല്ലേ നമ്മൾ ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ കഴുകുന്നത്. അതേപോലെ തന്നെ ഈ പാക്ക് നമ്മുടെ ഫേസിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഒരു മസാജ് കൊടുത്തിട്ട്, അതായത് ഇങ്ങനെ മസാജ് കൊടുത്തിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഇത് കഴുകി കളയുമ്പോൾ നമ്മുടെ മുഖത്ത് മഞ്ഞ കളറേ കാണില്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ച മഞ്ഞൾ അരച്ചതായതുകൊണ്ട്, അതും കൂടുതലും ഓവറായിട്ട് നിൽക്കാത്തത് കൊണ്ട് തന്നെ മുഖത്ത് നമ്മൾ തേച്ച് കഴിയുമ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇതും നമുക്ക് മുഖത്ത് കാണില്ല, നിറവും പോലും നമുക്ക് കാണില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മളിതിപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് മുഖത്തിട്ടതിന് ശേഷം സംസാരിച്ചത്. ഇത് നമ്മൾ ഇട്ടതിന് ശേഷം ഒരു കുറച്ച് നേരമെങ്കിലും നമ്മളൊന്നും മിണ്ടാതിരിക്കണം. കാരണം ഇത് വലിവ് ഉണ്ടാകുമ്പോൾ നമ്മുടെ മുഖത്ത് ചുളിവുകൾ വീഴും. നമ്മൾ സംസാരിക്കുമ്പോൾ മുഖം ചുളുങ്ങും. ആ സമയത്ത് നമുക്ക് അത് ചുളിവുകളായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. ഇത് നമുക്ക് റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റോളം ഞാനൊന്ന് വെക്കട്ടെ. ഞാനങ്ങനെ ഫേസിൽ നിന്ന് നമ്മുടെ പാക്കൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞു. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. ഞാനിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 വീക്കോളം ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസിന് നല്ലൊരു വ്യത്യാസം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും ഈ ഒരു കാര്യം എത്തിക്കുന്നത്. എനിക്ക് നല്ല ശതമാനം ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാറുള്ളൂ. കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്നെനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ തീർച്ചയായും വന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. നിങ്ങളെല്ലാവരും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.